ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. അതായത് ഒരു ഇൻഡിവിജ്വലിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്തൊക്കെയായിരിക്കും, എങ്ങനെയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റാറ്റസ് ആണ് ആ ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായിട്ട് തന്നെ ഇൻഡിവിജ്വലിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ബേസിക്കലി രണ്ട് രീതിയിലുള്ള ഇൻഡിവിജ്വൽസ് ആണുള്ളത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ അടിസ്ഥാനത്തിൽ. ഒന്നാമത്തേതാണ് റെസിഡന്റ്, രണ്ടാമത്താണ് നോൺ റെസിഡന്റ്. ഒന്നാമത്തത് റെസിഡന്റും രണ്ടാമത്തത് നോൺ റെസിഡന്റും. അപ്പോൾ ഇൻഡിവിജ്വൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് രീതിയിൽ അവതരിപ്പിക്കാം, റെസിഡന്റും നോൺ റെസിഡന്റും. ഇവിടെ തീർന്നിട്ടില്ല, മറ്റൊരു ക്ലാസിഫിക്കേഷൻ അവിടെ കാണാം. റെസിഡന്റിനെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് തിരിക്കാം. ഓർഡിനറി റെസിഡന്റും നോട്ട് ഓർഡിനറി റെസിഡന്റും. ഓക്കെ, കാര്യങ്ങൾ വ്യക്തമായെന്ന് കരുതുന്നു. നമുക്ക് വേണം ഇങ്ങനെ പറയാം, ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് മൂന്ന് രീതിയിലാണുള്ളത്. ഒന്നാമത്തത് ഓർഡിനറി റെസിഡന്റ്, രണ്ടാമത്തത് നോട്ട് ഓർഡിനറി റെസിഡന്റ്, മൂന്നാമത്തത് നോൺ റെസിഡന്റ്. എന്താണ് ഇൻഡിവിജ്വലിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് ഓർഡിനറി റെസിഡന്റ്, നോട്ട് ഓർഡിനറി റെസിഡന്റ് ആൻഡ് നോൺ റെസിഡന്റ്. പക്ഷെ റെസിഡന്റിന്റെ കീഴിലാണ് ഓർഡിനറി റെസിഡന്റും നോട്ട് ഓർഡിനറി റെസിഡന്റും വരുന്നത് എന്ന കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും മറന്നു പോകരുത്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും നമ്മൾ ഒരു വ്യക്തി റെസിഡന്റ് ആണോ അല്ലെങ്കിൽ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണോ, ഓർഡിനറി റെസിഡന്റ് ആണോ, അല്ലെങ്കിൽ റെസിഡന്റ് ആണോ, നോൺ റെസിഡന്റ് ആണോ, ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കും? അതൊരു ചോദ്യമാണ്, അതിനൊരു സൊല്യൂഷൻ, ഒരു ഉത്തരം വേണം. ഓക്കെ, അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. രണ്ട് സെറ്റ് ഓഫ് കണ്ടീഷനുകളുടെ സഹായത്തോടെയാണ് ഒരു ഇൻഡിവിജ്വലിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നിർണ്ണയിക്കുന്നത്. ഏതൊക്കെയാണ് രണ്ട് സെറ്റ് ഓഫ് കണ്ടീഷൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സെറ്റ് ഓഫ് കണ്ടീഷൻ ആണ് ബേസിക് കണ്ടീഷൻസ്. ബേസിക് കണ്ടീഷൻ എന്ന് വിളിക്കാം. രണ്ടാമത്തെ സെറ്റ് ഓഫ് കണ്ടീഷൻസിനെ നമുക്ക് അഡീഷണൽ കണ്ടീഷൻസ് എന്ന് വിളിക്കാം. ചിലയിടത്ത് നമ്മൾ ഇതിനെ പാർട്ട് 1 എന്ന് കാണാറുണ്ട്, പാർട്ട് 1 കണ്ടീഷൻസ് എന്ന് കാണാറുണ്ട്. ഇതിനെ പാർട്ട് 2 കണ്ടീഷൻസ് എന്നും പറയാറുണ്ട്. ഈ കണ്ടീഷനുകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണക്കാക്കുന്നത്. അദ്ദേഹം നോൺ റെസിഡന്റ് ആണോ, ഓർഡിനറി റെസിഡന്റ് ആണോ, അല്ലെങ്കിൽ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ ഈ കണ്ടീഷനുകൾ ഇത് വെച്ചൊന്ന് അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഓക്കെ, നമുക്കിനി അതിലേക്ക് കടക്കാം. ബേസിക് കണ്ടീഷൻസ്, അതായത് ബേസിക് കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ബേസിക് കണ്ടീഷൻസിന് കീഴിൽ വരുന്നത്, അല്ലെങ്കിൽ BC എന്ന് വിളിക്കാം, ബേസിക് കണ്ടീഷൻസ് അല്ലെങ്കിൽ പാർട്ട് 1 കണ്ടീഷൻസിന് കീഴിൽ രണ്ടെണ്ണമാണ് വരുന്നത്. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യമാണ് ഹി വാസ് ഇൻ ഇന്ത്യ. ആരെയാണ് ഹി വാസ് ഇൻ ഇന്ത്യ എന്ന് പറയണേ? ഹി വാസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി, ഏത് വ്യക്തിയാണോ കൺസിഡർ ചെയ്യുന്ന ആ വ്യക്തി ഇൻ PY എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ഫോർ എ ടോട്ടൽ പീരീഡ് ഓഫ് 182 days or more. അതായത് ബേസിക് കണ്ടീഷനകത്തെ ഒന്നാമത്തെ കണ്ടീഷനാണ് ഹി വാസ് ഇൻ ഇന്ത്യ ഇൻ പ്രീവിയസ് ഇയർ ഫോർ എ ടോട്ടൽ പീരീഡ് ഓഫ് 182 days or more. 2019-20 ആണ് പ്രീവിയസ് ഇയർ എങ്കിൽ ആ ഒരു പ്രീവിയസ് ഇയറിൽ അദ്ദേഹം ഇന്ത്യയിൽ എത്ര നാൾ ഉണ്ടായിരിക്കണം? അദ്ദേഹം 182 ദിവസമോ അതിലധികമോ, അതായത് 183, 200, 250, അങ്ങനെ 365 വരെ ഏറ്റവും മിനിമം എത്ര ദിവസം ഉണ്ടായിരിക്കണം? 182 ദിവസം ഇന്ത്യയിൽ അദ്ദേഹം ഉണ്ടായിരിക്കണം. അതാണ് ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ.
ഓക്കെ, ഇനി അത് സാധ്യമല്ല ഓർ മറ്റൊരു ചാൻസ് കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു ബേസിക് കണ്ടീഷൻ സാധ്യമല്ല. എന്ത്? ഹി വാസ് ഇൻ ഇന്ത്യ ഇൻ പ്രീവിയസ് ഇയർ ഫോർ എ ടോട്ടൽ പീരീഡ് ഓഫ് 182 ഡേയ്സ് ഓർ മോർ. അത് സാധ്യമല്ലെങ്കിൽ ഓറാ പറഞ്ഞേ മറ്റൊരു ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് പറ്റുന്നില്ല, അങ്ങനെയാണെങ്കിൽ മറ്റൊരു ഓപ്ഷൻ നോക്കാം. ഏതാണെന്ന് നോക്കാം. ഹി വാസ് ഇൻ ഇന്ത്യ ഫോർ 60 ഡേയ്സ്. ഹി വാസ് ഇൻ ഇന്ത്യ for 60 days. He was in India for 60 days. എത്ര ദിവസമാണ് പറഞ്ഞത്? 60 days. അവിടെ അവസാനിക്കുന്നില്ല. 60 days or more. 60 ദിവസമോ അതിൽ അധികമോ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ during the relevant previous year. During the relevant previous year. And 365 days. And 365 ഡേയ്സ്. ഓക്കെ, ഇവിടെ ഒരു 365 ദിവസത്തിന്റെ കണക്ക് പറയുന്നുണ്ട്. ഓർ മോർ 365 ഡേയ്സ് ഓർ മോർ ഡ്യൂറിംഗ് ഏത് കാലഘട്ടത്തിലെ കാര്യമാണ് പറഞ്ഞേ? ഡ്യൂറിംഗ് 4 years preceding PY. During 4 years preceding previous year. ഓക്കെ, സംഭവം വ്യക്തമാണ് വിചാരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യമാണ് പറഞ്ഞിരുന്നത് 182 ദിവസം അല്ലെങ്കിൽ അതിലധികം കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ അദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടായിരിക്കുക. അത് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ എന്താ പറഞ്ഞിരിക്കുന്നത്? രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? കാണുവാൻ സാധിക്കുന്നത് ഹി വാസ് ഇൻ ഇന്ത്യ ഫോർ 60 ഡേയ്സ് ഓർ മോർ. അദ്ദേഹം ഇന്ത്യയിൽ 60 ദിവസം, 182 പകരം 60 ദിവസം ഓർ മോർ ഡ്യൂറിംഗ് ദ റെലവന്റ് പ്രീവിയസ് ഇയർ. അതായത് പ്രീവിയസ് ഇയറിൽ 2019, 2020 ആണെങ്കിൽ ആ കാലഘട്ടത്തിൽ അദ്ദേഹം എത്ര ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം? 60 ദിവസം അല്ലെങ്കിൽ അതിൽ അധികം. ഓക്കെ, അതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അവിടെ അവസാനിക്കുന്നില്ല, ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ആൻഡ് 365 ഡേയ്സ് ഓർ മോർ ഡ്യൂറിംഗ് 4 years preceding പ്രീവിയസ് ഇയർ. അതായത് പ്രീവിയസ് ഇയറിൽ 60 ദിവസമോ അതിലധികമോ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ കൺസിഡർ ചെയ്യുന്ന പ്രീവിയസ് ഇയർ, അതിൽ നിന്ന് പുറകോട്ട് 4 പ്രീവിയസ് ഇയർ എടുക്കും. ആ 4 പ്രീവിയസ് ഇയറിൽ നിന്ന് 365 ദിവസം അദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഒരു ഉദാഹരണം നോക്കി മനസ്സിലാക്കാം. ഇപ്പോൾ പറഞ്ഞതിന്റെ ഒരു ഉദാഹരണം നമുക്ക് മനസ്സിലാക്കാം. നിങ്ങളിവിടെ നോക്കുക. നോക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാകും. നമ്മുടെ പ്രീവിയസ് ഇയർ 2019-20 ആണെന്ന് കരുതുക. PY 2019-2020 ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ പ്രീവിയസ് ഇയർ എത്ര ദിവസം വേണം? ഈ പ്രീവിയസ് ഇയറിൽ അദ്ദേഹം എത്ര ദിവസം വേണം? ഇന്ത്യയിൽ 60 ഓർ പ്ലസ് 60 ദിവസം അല്ലെങ്കിൽ അതിലധികം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്ത്? ഇതിന് മുൻപുള്ള 4 പ്രീവിയസ് ഇയർ എടുക്കും. അത് ഏതൊക്കെയാണ് മുൻപുള്ള 4 പ്രീവിയസ് ഇയർ? 2018, 19, 17, 18, 17, 16, 17, 15, 16. ഈ പ്രീവിയസ് 4 പ്രിസീഡിംഗ് പ്രീവിയസ് ഇയേഴ്സ് എടുത്തിട്ട് അതിൽ നിന്ന് അദ്ദേഹം എത്ര ദിവസം വേണം? ഒരു 365 ദിവസം ഓർ മോർ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒന്നുകിൽ ഈ കണ്ടീഷൻ അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻ എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണമെന്നാണ് പറയുന്നത്. അങ്ങനെ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അദ്ദേഹം ആരാണ്? 2 കണ്ടീഷൻ എന്ത് ചെയ്യണമെന്നില്ല, 2 ചെയ്താലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരെണ്ണം ചെയ്താലും കുഴപ്പമില്ല. ഈ 2 കണ്ടീഷനും ഒരു വ്യക്തി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? അദ്ദേഹത്തെ നമുക്ക് റെസിഡന്റ് എന്ന് വിളിക്കാം. റെസിഡന്റ് എന്ന് വിളിക്കാം എന്നുള്ള കാര്യം മാത്രം ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. നിങ്ങൾ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ ബേസിക് കണ്ടീഷൻ ഇതാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇതാണ് നമ്മുടെ ബേസിക് കണ്ടീഷൻ. സൂക്ഷിച്ച് മനസ്സിലാക്കുക. എന്താണ് ബേസിക് കണ്ടീഷൻ എന്ന് അറിഞ്ഞിരിക്കുക. ബേസിക് കണ്ടീഷൻ ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഒന്നുകിൽ ഫസ്റ്റ് കണ്ടീഷൻ അല്ലെങ്കിൽ സെക്കൻഡ് കണ്ടീഷൻ. ഇതിനകത്ത് ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഇതിനകത്ത് ഒരെണ്ണം മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? വളരെ സിമ്പിൾ ആണ്. കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ 182 ദിവസമോ അതിലധികമോ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, അതല്ലെങ്കിൽ മറ്റൊരു കണ്ടീഷനാണ്. ആ കണ്ടീഷൻ 2 കൂട്ടക്കാരനോട് പറയുന്നുണ്ട്. പ്രീവിയസ് ഇയറിൽ 182 ദിവസം വേണ്ട, 60 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരിക്കുക. 60 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരിക്കുക. പ്ലസ് ഒരു കാര്യം കൂടി പറയുക. എന്താ? നമ്മുടെ പ്രീവിയസ് ഇയറിന് മുൻപുള്ള 4 പ്രീവിയസ് ഇയർ എടുക്കും. ആ 4 പ്രീവിയസ് ഇയർ കൂടി കൂട്ടി ഒരു 365 ദിവസം അദ്ദേഹം എവിടെ ഉണ്ടായിരിക്കണം? ഇന്ത്യയിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ആദ്യത്തെ 182 ഇവിടെ 60 ആക്കിയപ്പോൾ
റിലാക്സേഷൻ കൊടുത്ത്. അപ്പോൾ ചുമ്മാ റിലാക്സേഷൻ കൊടുക്കൂല. അപ്പൊ ഒരു കാര്യം പറഞ്ഞേക്കുക, 365 ദിവസം കൂടി ഇന്ത്യയിൽ ഉണ്ടായിരിക്കുക. പ്രീവിയസ് ഇയർ പ്രൊസീഡിങ് 4 പ്രീവിയസ് ഇയർ. ഓക്കെ, ഈ ഒരു സംഭവം ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ഇനി ഇതിന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. ഈ സെക്കൻഡ് റൂളിന് എല്ലാ സാഹചര്യത്തിലും ഈ 60 ഡേയ്സ് ഇത് ആപ്ലിക്കബിൾ അല്ല. അത് ഏതൊക്കെയാണ് നമുക്ക് ഇനി നോക്കാം. രണ്ടാമത്തെ ബേസിക് കണ്ടീഷന് 60 ഡേയ്സ് അല്ലെങ്കിൽ 60 ഡേയ്സ് എന്നുള്ളത് ചില സാഹചര്യങ്ങളിൽ അതിനൊരു മാറ്റമുണ്ട്. അതായത് 60 ഡേയ്സ് എന്നുള്ള എത്രയായി മാറും? 60 ഡേയ്സ് എന്നുള്ളത് മാറിയ ശേഷം എത്രയായി മാറും? 182 ഡേയ്സ് ആവും. അതായത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 182 ഡേയ്സ് എന്നാകും. 182 ഡേയ്സ് എന്നാകും. ഏതിനു പകരം? ഈ 60 ഡേയ്സിന് പകരം 182 ഡേയ്സ് എന്നാകും. ഓക്കെ, ഏതൊക്കെയായിരിക്കും സാഹചര്യം? ഏതൊക്കെയായിരിക്കുക സാഹചര്യം നോക്കാം. ഒന്നാമതാണ് ആൻ ഇന്ത്യൻ സിറ്റിസൺ ഓർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. ആരായിരിക്കും ഇന്ത്യൻ സിറ്റിസൺ? ഹു ഈസ് ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ ഹു ഈസ് പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ? ഇത് രണ്ടിന്റെ ആൻസർ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. ആരായിരിക്കും? ഓക്കെ, ആൻ ഇന്ത്യൻ സിറ്റിസൺ ഓർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ബീയിങ് ഔട്ട്സൈഡ് ഇന്ത്യ കംസ് ടു വിസിറ്റ് ഇന്ത്യ ഇൻ എനി പ്രീവിയസ് ഇയർ. അതായത് ഒന്നുകിൽ ഇന്ത്യൻ സിറ്റിസൺ ആയ ഒരു വ്യക്തി, അദ്ദേഹം എവിടെയാ? ഇന്ത്യക്ക് വെളിയിലാണ് താമസിക്കുന്നത്, കാനഡയിൽ അല്ലെങ്കിൽ UK-യിലാണ് താമസിക്കുന്നത്. അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ, ഒരു ഇന്ത്യൻ വംശജൻ. അതാരാണ് നിങ്ങൾ കണ്ടുപിടിച്ച ശേഷം കമന്റ് ചെയ്യണം. ഇന്ത്യക്ക് വെളിയിലാണ് താമസിക്കുന്നത്. അദ്ദേഹം കംസ് ടു വിസിറ്റ് ഇന്ത്യ. ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നു. അതാണ് പോയിന്റ്. ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നു ഇൻ എനി പ്രീവിയസ് ഇയർ. ഏതെങ്കിലും പ്രീവിയസ് ഇയർ ഇന്ത്യയിൽ വിസിറ്റിംഗിന് വേണ്ടി വരിക. ആരൊക്കെയാണ്? ഒന്നുകിൽ ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. ആ ഒരു സാഹചര്യത്തിൽ എത്രയായിരിക്കും? 182 ഡേയ്സ് ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ സാഹചര്യം നോക്കാം. ഒന്നുകിൽ ആരാണ്? ഇന്ത്യൻ സിറ്റിസൺ. IC എന്ന് തൽക്കാലം എഴുതിയിട്ടുണ്ട്. ഇന്ത്യൻ സിറ്റിസൺ. രണ്ടാമതെന്താ? പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് വിളിക്കാം. പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. ഈ രണ്ട് കൂട്ടം ആളുകൾ, ഇന്ത്യൻ സിറ്റിസൺ ഓർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ, ഇവരെന്തിനു വേണ്ടി ഇന്ത്യയിലേക്ക് വരുന്നേ? എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടി ഇന്ത്യയിലേക്ക് വരുന്നേ? എന്തിനു വേണ്ടിയാണ് വരുന്നത്? നിങ്ങൾ മനസ്സിലാക്കാം. കംസ് ടു വിസിറ്റ്. കംസ് ടു വിസിറ്റ് ഇന്ത്യ. ഇന്ത്യ സന്ദർശിക്കാൻ വേണ്ടി വരികയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ കണ്ടീഷനിലെ 60 ഡേയ്സ് നമ്മൾ എത്രയാവും? 182 ദിവസമാവും എന്നുള്ള കാര്യം തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സാഹചര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 60 ഡേയ്സ് 182 ആകുന്നു പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ സാഹചര്യമാണ് ഇന്ത്യൻ സിറ്റിസൺ ഗോയിങ് അബ്രോഡ് ഓൺ എംപ്ലോയ്മെന്റ് അപ്രൂവ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ഓർ മെമ്പർ ഓഫ് ക്രൂ ഓഫ് ഇന്ത്യൻ ഷിപ്പ്. രണ്ട് സാഹചര്യം ഇവിടെ കാണാം. ആ സാഹചര്യത്തിലും 60 ഡേയ്സ് എന്നുള്ളത് 182 ദിവസത്തിലേക്കാവും. ഇന്ത്യൻ സിറ്റിസൺ ആണ് എന്ത് ചെയ്യുക? എംപ്ലോയ്മെന്റ് പർപ്പസ്, ജോലി ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പുറത്തേക്ക് പോവുകയാണ്. അല്ലെങ്കിൽ അതെ, അത് തന്നെ സാഹചര്യം. ഓക്കെ, വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? എംപ്ലോയ്മെന്റ് എന്നുള്ള കീവേഡ്. അതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടി ഉണ്ട്. എന്താ? ക്രൂ ഓഫ് ഇന്ത്യൻ ഷിപ്പ്. ക്രൂ ഓഫ് ഇന്ത്യൻ ഷിപ്പ്. ഇന്ത്യൻ ഷിപ്പിലെ ക്രൂ. ഈ ഒരു സാഹചര്യത്തിലും 60 ഡേയ്സ് എന്നുള്ള എത്രയാവും? 182 ഡേയ്സ് ആയി മാറുമെന്നുള്ള കാര്യം തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുക, മനസ്സിലാക്കിയിരിക്കുക. ഇതാണ് ഞാൻ പറഞ്ഞ എക്സെപ്ഷൻസ്. അപ്പോൾ എന്തായാലും ഒന്നുകൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ നിങ്ങൾക്ക് അറിയാം. ഹി വാസ് ഇൻ ഇന്ത്യ ഇൻ പ്രീവിയസ് ഇയർ ഫോർ എ ടോട്ടൽ പീരീഡ് ഓഫ് 182 ഡേയ്സ് ഓർ മോർ. ഓക്കെ, രണ്ടാമത്തെ സാഹചര്യമായിരുന്നു 60 ഡേയ്സിന്റെ കാര്യം. 60 ഡേയ്സ് പ്ലസ് ഒരു കാര്യം എത്രയാ? 365 ദിവസം പ്രൊസീഡിംഗ് ഫോർ പ്രീവിയസ് ഇയർ എടുക്കുമ്പോൾ. പക്ഷെ ഇവിടെ ഒരു ചെറിയൊരു കാര്യം വീണ്ടും പറഞ്ഞേക്കുക. ഈ 60 ഡേയ്സ് എന്നുള്ള മാറി ചിലപ്പോൾ എത്രയാവും? 182 ദിവസം വരെയായി മാറും. അതിനുള്ള സാഹചര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഇന്ത്യയിലേക്ക് വരിക. രണ്ടാമതാണ് എംപ്ലോയ്മെന്റ് പർപ്പസ് അല്ലെങ്കിൽ ക്രൂ ഓഫ് ഇന്ത്യൻ ഷിപ്പ്. ഈ സാഹചര്യത്തിൽ അവരെങ്ങോട്ട് പോവാ? എബ്രോഡ്, വെളിയിലേക്ക് പോവാ. ഒന്നുകിൽ ക്രൂ ഓഫ് ഇന്ത്യൻ ഷിപ്പ് അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് പർപ്പസിന് വേണ്ടി ഇന്ത്യൻ സിറ്റിസൺ പോവുകയാണെങ്കിൽ അതിനെന്ത് വിളിക്കാം? 182 ദിവസത്തെ കാര്യമാണെന്ന് പറയാം. അല്ലെങ്കിൽ 60 182 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുള്ള കാര്യം ഓർത്തിരിക്കുക, മനസ്സിലാക്കിയിരിക്കുക. ബേസിക് കണ്ടീഷൻസിന്റെ കാര്യം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് നോക്കാം അഡീഷണൽ കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അഡീഷണൽ കണ്ടീഷൻസിന് മറ്റൊരു പേരോടെ ഉണ്ട്. എന്തായിരുന്നു?
അഡീഷണൽ കണ്ടീഷൻസിന്റെ പേരാണ് പാർട്ട് 2 കണ്ടീഷൻസ്, പാർട്ട് 2 കണ്ടീഷൻസ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അഡീഷണൽ കണ്ടീഷൻസിനകത്തും രണ്ട് കാര്യമാണ് പറഞ്ഞിരുന്നത്. ബേസിക് കണ്ടീഷൻസിനകത്ത് ഓർ ആയിരുന്നു, ഓപ്ഷണൽ ആയിരുന്നു. പക്ഷെ അഡീഷണൽ കണ്ടീഷനകത്ത് രണ്ടും സ്ട്രിക്റ്റ് ആണ്, രണ്ടും പാലിക്കണം. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, 1, 2 എങ്ങനെ രണ്ടായിട്ട് തിരിക്കാം. ഹി ഹാസ് ബീൻ റെസിഡന്റ് ഇൻ ഇന്ത്യ. ഹി ഹാസ് ബീൻ റെസിഡന്റ് ഇൻ ഇന്ത്യ. ഓക്കെ, അവിടെ ഹി എന്ന് ഉദ്ദേശിക്കുന്ന ആരെയായിരിക്കും? ആ വ്യക്തി. ആരെയാണോ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തി. അറ്റ്ലീസ്റ്റ് 2 out of 10 previous years. അറ്റ്ലീസ്റ്റ് 2 out of 10 previous years. At least 2 out of 10 previous years preceding relevant previous year. Preceding relevant previous year. ഏത് പ്രീവിയസ് ഇയർ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്? അതിന് മുൻപുള്ള 10 പ്രീവിയസ് ഇയേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യും. അതിനകത്ത് അറ്റ്ലീസ്റ്റ് 2 പ്രീവിയസ് ഇയേഴ്സ് അയാളുടെ ഉണ്ടായിരിക്കണം, ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഹി ഹാസ് ബീൻ റെസിഡന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ 2 വർഷം ഉണ്ടായിരിക്കണം എന്നല്ല, 2 വർഷം അദ്ദേഹം എന്തായിരിക്കണം? റെസിഡന്റ് ആയിരിക്കണം. അതായത് കഴിഞ്ഞ 10 വർഷക്കാലം നമ്മൾ എടുത്ത പ്രീവിയസ് ഇയറിന് മുൻപുള്ള 10 വർഷക്കാലം, 10 പ്രീവിയസ് ഇയേഴ്സ്, അതിനകത്ത് ഏതെങ്കിലും 2 വർഷം അദ്ദേഹം, നമ്മൾ പറഞ്ഞ ബേസിക് കണ്ടീഷൻസ്, നേരത്തെ പറഞ്ഞ ബേസിക് കണ്ടീഷൻ പാലിക്കുന്ന ആളായിരിക്കണം. അല്ലെങ്കിൽ 2 വർഷം അദ്ദേഹത്തിന് റെസിഡന്റ് എന്ന പദവി ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 2 വർഷം മുഴുവൻ ഇന്ത്യയിൽ വേണമെന്നല്ല പറയുന്നത്. ഹി ഹാസ് ബീൻ റെസിഡന്റ് ഇൻ ഇന്ത്യ. ആരായിരിക്കും റെസിഡന്റ്? റെസിഡന്റ് ആണെങ്കിൽ ബേസിക് കണ്ടീഷൻസ് പാലിക്കുന്ന ആളാണ് റെസിഡന്റ്. ഓക്കെ, അദ്ദേഹം 2 വർഷക്കാലം ഇന്ത്യയിൽ റെസിഡന്റ് എന്ന പദവി അലങ്കരിച്ചിരിക്കണം. ഓക്കെ, നമുക്ക് ഇതൊരു ഉദാഹരണത്തിലൂടെ വേണമെങ്കിൽ വ്യക്തമാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ പ്രീവിയസ് ഇയർ 2019, 2020 ആണെന്ന് കണക്കാക്കുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്രിസീഡിംഗ് പ്രീവിയസ് ഇയേഴ്സ് ഏതൊക്കെയായിരിക്കും? 2018, 19, 2017, 18, 2016, 17, 2015, 16, 2015, 16, 2014, 15, 2013, 14, 2012, 13, 2011, 12, 2010, 11, 11, 2009, 10. അതായത് നമ്മുടെ പ്രീവിയസ് ഇയർ 2010, 2020 ആണെങ്കിൽ പ്രിസീഡിംഗ് 10 പ്രിസീഡിംഗ് പ്രീവിയസ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ എത്രയാ? 18, 19, 17, 18, 16, 17, 15, 16, 14, 15, 13, 14, 12, 13, 11, 12, 10, 11, 9, 10. ഈ 10 പ്രീവിയസ് ഇയേഴ്സ് അതെടുക്കും. അതിനകത്ത് ഏതെങ്കിലും 2 വർഷം അദ്ദേഹത്തിന് റെസിഡന്റ് എന്നുള്ള സ്റ്റാറ്റസ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 2 വർഷം അദ്ദേഹം ബേസിക് കണ്ടീഷൻസ് പാലിച്ചിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇതോ അല്ലെങ്കിൽ ഇതോ ഏതെങ്കിലും ഒരു 2 പ്രീവിയസ് ഇയർ അദ്ദേഹത്തിന് റെസിഡന്റ് എന്ന സ്റ്റാറ്റസ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഒന്നാമത്തെ കാര്യം ഇതാണ്. ഓക്കെ, രണ്ടാമത്തെ ആൻഡ് എന്നാണ് പറയുന്നത്. ആൻഡ് അതായത് ഓറല്ല, ഈ ഒരു കണ്ടീഷൻ മാത്രം പോരാ, ഒന്നുകൂടി ഉണ്ട്. ആൻഡ്. ഓക്കെ, ആൻഡിന് ശേഷം എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. എന്താണ്? ഹി ഹാസ് ബീൻ ഇൻ ഇന്ത്യ. ഹി ഹാസ് ബീൻ ഇൻ ഇന്ത്യ. എന്താണ്? ഹി ഹാസ് ബീൻ ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് 730 days. ഫോർ എ പീരീഡ് ഓഫ് 730 days. 730 ദിവസം അദ്ദേഹം എവിടെ ഉണ്ടായിരിക്കണം? ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. 730 ആണോ? അല്ല, 730 days or more. 730 കറക്റ്റ് അല്ല, 730 പ്ലസ്. ഡ്യൂറിംഗ് ദ 7 periods. ഡ്യൂറിംഗ് ദ 7 previous years. എത്ര പ്രീവിയസ് ഇയർ? 10 പ്രീവിയസ് ഇയർ. ഡ്യൂറിംഗ് ദ 7 previous years immediately preceding relevant previous year. Preceding relevant previous year. ഇവിടെ നമുക്ക് കാണാം നമ്മുടെ പ്രീവിയസ് ഇയർ ഇപ്പോൾ 19 രൂപയാണെന്ന് കരുതുക. അതിനു മുൻപുള്ള 7 പ്രീവിയസ് ഇയർ എടുക്കും. അതിനു മുൻപുള്ള 7 പ്രീവിയസ് ഇയർ എന്നൊക്കെ ഇവിടെ നോക്കാം. 1, 2, 3, 4, 5, 6, 7 ഇവിടം വരെ. ഓക്കെ, 2013 വരെ.
ആ ഒരു കാലഘട്ടം എടുക്കും 1819 തൊട്ട് 7 പ്രീവിയസ് ഇയർ എടുക്കും. നമ്മൾ ഇപ്പോഴത്തെ പ്രീവിയസ് ഇയർ അതിന് പിന്നീടുള്ള 7 പ്രീവിയസ് എടുക്കും. അതിനകത്ത് ആ 7 പ്രീവിയസ് ഇയറിൽ കൂടി അദ്ദേഹം എത്ര ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം? 730 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. 730 ദിവസം ഓർ മോർ, 730 പ്ലസ് എന്ന് പറയാം, 730 പ്ലസ് ദിവസം അദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഇത് രണ്ടാണ് അഡീഷണൽ കണ്ടീഷൻസ്. ബേസിക് കണ്ടീഷന് ശേഷം മനസ്സിലാക്കിയിരിക്കേണ്ട ഇത് രണ്ടും കമ്പൽസറി, ഓപ്ഷണൽ അല്ല, രണ്ടും കമ്പൽസറി ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സോ അഡീഷണൽ കണ്ടീഷൻസ് എന്താണെന്ന് ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അഡീഷണൽ കണ്ടീഷൻ 2 എണ്ണമാണുള്ളത്, രണ്ടും കമ്പൽസറി ആണ്. ഒന്നാമത്താണ് ഹി ഹാസ് ബീൻ റെസിഡന്റ് ഇൻ ഇന്ത്യ ഹിസ് 2 out of 10 പ്രീവിയസ് ഇയേഴ്സ് റിസീവിംഗ് relevant പ്രീവിയസ് ഇയർ. നമ്മുടെ ഏത് പ്രീവിയസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്? അതിന് മുൻപുള്ള 10 പ്രീവിയസ് ഇയേഴ്സ് എടുക്കുന്നു. അതിനകത്ത് ഏതെങ്കിലും 2 വർഷം അദ്ദേഹത്തിന് റെസിഡന്റ് എന്ന സ്റ്റാറ്റസ് ഉണ്ടായിരിക്കണം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ബേസിക് കണ്ടീഷൻ അദ്ദേഹം പാലിച്ചിരിക്കണം. ആൻഡ് അതോടൊപ്പം 7 പ്രീവിയസ് ഇയർ എടുക്കും. നമ്മുടെ ഇപ്പോഴത്തെ പ്രീവിയസ് ഇയർ അതിന് പിന്നിലുള്ള 7 പ്രീവിയസ് ഇയർ എടുത്താൽ അതിനകത്ത് ഏറ്റവും മിനിമം 730 ഡേയ്സ് അല്ലെങ്കിൽ 730 ഡേയ്സ് ഓർ മോർ അദ്ദേഹം എവിടെ ഉണ്ടായിരിക്കണം? ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഇതാണ് നമ്മുടെ അഡീഷണൽ കണ്ടീഷൻസ്. ഇനി നമുക്ക് മനസ്സിലാക്കാം ബേസിക് കണ്ടീഷൻസും അഡീഷണൽ കണ്ടീഷൻസും ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയാണ് ഒരു വ്യക്തി റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണോ, റെസിഡന്റ് ആണെങ്കിൽ ഓർഡിനറി റെസിഡന്റ് ആണോ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണോ എന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, നമുക്ക് അതിലേക്ക് പോകാം. നമുക്കുള്ള 2 ബേസിക് കണ്ടീഷനിൽ ഒരെണ്ണം പോലും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതായത് ഒന്നാമത്തെ കണ്ടീഷനായ 182 ദിവസം ഓർ മോർ ഇന്ത്യയിലില്ല. രണ്ടാമത്തെ ബേസിക് കണ്ടീഷനായ 60 ഡേയ്സ് പ്ലസ് 4 പ്രീവിയസ് ഇയറിലെ 365 ഡേയ്സ്. ഇതൊന്നും, അതായത് ഒരു ബേസിക് കണ്ടീഷനും ആൾ എന്ത് ചെയ്യുന്നില്ല, സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ അയാൾ എന്തെന്ന് വിളിക്കാം? നോൺ റെസിഡന്റ് എന്ന് വിളിക്കാം. അതായത് ബേസിക് കണ്ടീഷൻ എന്ത് ചെയ്യുന്നില്ല, സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ബേസിക് കണ്ടീഷൻ ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, രണ്ടാമത്തെ ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്ത ആളെ എന്തെന്ന് നമുക്ക് വിളിക്കാം? നോൺ റെസിഡന്റ് എന്ന് വിളിക്കാം. അപ്പോൾ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്ത ആളാണ് നോൺ റെസിഡന്റ്. പിന്നെ അഡീഷണൽ കണ്ടീഷനിലേക്ക് പോകേണ്ട ആവശ്യം പോലും ഇല്ല, അവിടെ നമുക്ക് ഒരാടി നിർത്താം. ബേസിക് കണ്ടീഷൻ പോലും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്ത് നോക്കണ്ട? അഡീഷണൽ കണ്ടീഷൻ നോക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം എന്താണ്? നോൺ റെസിഡന്റ് ആണെന്ന് മനസ്സിലാക്കാം. അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് ആണ് നോൺ റെസിഡന്റ്. ഓക്കെ, കാര്യം വ്യക്തമാണെന്ന് വിചാരിക്കുകയാണ്. ഇനി നമുക്ക് നോക്കാം. ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു, അവിടെ ഓപ്ഷനല്ല, 2 ബേസിക് കണ്ടീഷൻ ഉണ്ട്, അതിന് ഒരെണ്ണം അല്ല, ഈ 2 എണ്ണം സാറ്റിസ്ഫൈ ചെയ്താലും കുഴപ്പമില്ല, നമുക്ക് ഒരെണ്ണം എന്ന് പറയാം. ഒന്നുകിൽ ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ അല്ലെങ്കിൽ രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ. ഒന്നുകിൽ അതിനകത്ത് ഒന്നാമത്തെ മാത്രം സാറ്റിസ്ഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ രണ്ടാമത്തെ മാത്രം സാറ്റിസ്ഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒന്നാമത്തവും രണ്ടാമത്തവും സാറ്റിസ്ഫൈ ചെയ്യുന്നു ബേസിക് കണ്ടീഷൻ. അങ്ങനെ ഒരു വ്യക്തി നമുക്ക് എന്തെന്ന് വിളിക്കാം? റെസിഡന്റ് എന്ന് വിളിക്കാം. ആ ഒരു വ്യക്തി നമുക്ക് എന്തെന്ന് വിളിക്കാം? റെസിഡന്റ് എന്ന് വിളിക്കാം. അദ്ദേഹം എന്താ? ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. അദ്ദേഹം ആരാണ്? റെസിഡന്റ്. ഇനിയുമുണ്ട് ബേസിക് കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ അയാൾ റെസിഡന്റ് ആണെന്ന് മനസ്സിലാക്കി. ഇനി റെസിഡന്റിനകത്ത് നോൺ റെസിഡന്റ് നോട്ട് ഓർഡിനറി റെസിഡന്റ് ഉണ്ട്, ഓർഡിനറി റെസിഡന്റ്. അത് ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ബേസിക് കണ്ടീഷൻ മാത്രമാണ് അദ്ദേഹം സാറ്റിസ്ഫൈ ചെയ്യുന്നതെങ്കിൽ, ബേസിക് കണ്ടീഷൻ മാത്രമാണ് അദ്ദേഹം സാറ്റിസ്ഫൈ ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തെ എന്ന് വിളിക്കാം? ബേസിക് കണ്ടീഷൻ മാത്രമാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നതെങ്കിൽ അദ്ദേഹം റെസിഡന്റിന് കീഴിൽ വരും. പക്ഷെ അദ്ദേഹം ആരാണ്? നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്. ബേസിക് കണ്ടീഷൻ മാത്രം, അത് ഒന്നാകാം, രണ്ടാകാം, 2 ആകാം. അദ്ദേഹത്തെ എന്തെന്ന് വിളിക്കാം? ഓർഡിനറി നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്ന് വിളിക്കാം. അദ്ദേഹം സാറ്റിസ്ഫൈ ചെയ്യുന്നത് ബേസിക് കണ്ടീഷൻ മാത്രമാണ്. ഇനി ആരാണ് ഓർഡിനറി റെസിഡന്റ്? നോക്കാം. അദ്ദേഹം സാറ്റിസ്ഫൈ ചെയ്യുന്നത് ബേസിക് കണ്ടീഷൻ പ്ലസ് അഡീഷണൽ കണ്ടീഷൻ. അതായത് ബേസിക് കണ്ടീഷനായ ഒന്നാമത്തതും രണ്ടാമത്തതും 182 ദിവസം ഓർമ്മ, അല്ലെങ്കിൽ 60 ദിവസം പ്ലസ് 365 ദിവസം, 4 പ്രീവിയസ് ഇയർ, അത് രണ്ടും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ മതി. ആ ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ പ്ലസ് 2 അഡീഷണൽ കണ്ടീഷൻസ്. ഏതൊക്കെ 2 അഡീഷണൽ കണ്ടീഷൻസ്? പ്രീവിയസ് ഇയർ അതിനെ അടിസ്ഥാനപ്പെടുത്തി 10 പ്രീവിയസ് ഇയർ പുറകിലോട്ട് എടുക്കും. അതിനകത്ത് അറ്റ്ലീസ്റ്റ് 2 അധികം, ഏറ്റവും മിനിമം 2 പ്രീവിയസ് ഇയർ എങ്കിലും അദ്ദേഹം ആരായിരുന്നു? ഇന്ത്യൻ റെസിഡന്റ് ആയിരുന്നു, അല്ലെങ്കിൽ ബേസിക് കണ്ടീഷൻസ് പാലിക്കുന്ന ആളായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി, അഡീഷണൽ കണ്ടീഷൻ 2 നിർബന്ധം. രണ്ടാമത്തെ എന്താ? 7 പ്രീവിയസ് ഇയർ എടുക്കും. അതിനകത്ത് 730 ദിവസം അദ്ദേഹം എവിടെ ഉണ്ടായിരുന്നു? ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ എന്ത് വിളിക്കാം? ഓർഡിനറി റെസിഡന്റ് എന്ന് വിളിക്കാം. ഓർഡിനറി റെസിഡന്റ് പ്രത്യേക ബേസിക് കണ്ടീഷൻ പ്ലസ് അഡീഷണൽ കണ്ടീഷൻ പാലിച്ചിരിക്കുന്നത്. ഓക്കെ, കാര്യം നിങ്ങൾക്ക് വ്യക്തമാണെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് ഒന്നുകൂടി നോക്കാം. നോൺ റെസിഡന്റ് ആരാ? നോൺ റെസിഡന്റ് ആരാണെന്ന് പറയാം. അതായത് ബേസിക് കണ്ടീഷൻ 1 പാലിക്കപ്പെടുന്നില്ല, ബേസിക് കണ്ടീഷൻ 2 പാലിക്കപ്പെടുന്നില്ല. അദ്ദേഹം ആരാണ്?
നോൺ റെസിഡന്റ് ആണെന്ന് പറയാം. ഇനി റെസിഡന്റ് ആരാ? റെസിഡന്റ് ബേസിക് കണ്ടീഷൻ പാലിക്കുന്ന വ്യക്തിയാണ്. ഓക്കെ, റെസിഡന്റ് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അതിന് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആരാന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹം ഒന്നുകിൽ ബേസിക് കണ്ടീഷൻ 1 മാത്രം സാറ്റിസ്ഫൈ ചെയ്യും, അല്ലെങ്കിൽ അദ്ദേഹം ബേസിക് കണ്ടീഷൻ 1ഉം 2ഉം സാറ്റിസ്ഫൈ ചെയ്യും, അല്ലെങ്കിൽ അദ്ദേഹം ബേസിക് കണ്ടീഷൻ 2 മാത്രം സാറ്റിസ്ഫൈ ചെയ്യും. അദ്ദേഹമാണ് നോട്ട് ഓർഡിനറി റെസിഡന്റ്. ഇനി ആരാണ് ഓർഡിനറി റെസിഡന്റ് നമുക്ക് നോക്കാം. അദ്ദേഹം ബേസിക് കണ്ടീഷൻ 1 അതുപോലെ അഡീഷണൽ കണ്ടീഷൻ 1ഉം 2ഉം സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, ക്ലിയർ? അല്ലെങ്കിൽ അദ്ദേഹം ബേസിക് കണ്ടീഷൻ 1ഉം 2ഉം അതുപോലെ അഡീഷണൽ കണ്ടീഷൻ 1ഉം 2ഉം സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ അദ്ദേഹം ബേസിക് കണ്ടീഷൻ 2ഉം അഡീഷണൽ കണ്ടീഷൻ 1ഉം അഡീഷണൽ കണ്ടീഷൻ 2ഉം സാറ്റിസ്ഫൈ ചെയ്യും. അദ്ദേഹമാണ് ഓർഡിനറി റെസിഡന്റ് എന്ന് പറയുവാൻ സാധിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വലിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമാണെന്ന് തന്നെ വിചാരിക്കുകയാണ്, മനസ്സിലാക്കുക. ഇൻഡിവിജ്വൽ രണ്ടായിട്ട് തിരിക്കാം, റെസിഡന്റ്, നോൺ റെസിഡന്റ്. റെസിഡന്റ് വീട്ടിൽ രണ്ടായിട്ട് തിരിക്കാം, ഓർഡിനറി റെസിഡന്റ്, നോട്ട് ഓർഡിനറി റെസിഡന്റ്. ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിചാരിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണും. ഒരു വ്യക്തിയെ നമ്മൾ പല വ്യക്തികളെയും നമ്മൾ കാണും, എന്നിട്ട് കണ്ടുപിടിക്കും അദ്ദേഹം റെസിഡന്റ് ആണോ, നോൺ റെസിഡന്റ് ആണോ, ഓർഡിനറി റെസിഡന്റ് ആണോ, നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണോ. അതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ക്ലാസിന്റെ ആവശ്യമുണ്ട്. ഇത് കണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ ഈ സെഷൻ അവസാനിക്കുകയാണ്. താങ്ക് യു.